എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, വീഡിയോ കാണുന്ന എല്ലാവരോടുമുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മളിന്ന് 10ാം തരം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റാണ്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് പരിചയപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് പരമാവധി എല്ലാ ചോദ്യോത്തരങ്ങളും അതിലെ ആശയവും ഞാൻ ചുരുക്കി തയ്യാറാക്കാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 10നും 20 മിനിറ്റിനും ഇടയ്ക്കുള്ള വീഡിയോയാണ് ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അര പേജിന് അര പേജ്, ഒരു പേജിന് ഒരു പേജ് എന്ന ക്രമത്തിൽ പരമാവധി ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ വേണമെങ്കിൽ ചോദ്യോത്തരങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ എഴുതണമെങ്കിൽ നിങ്ങളുടെ ആശയം കൂടി ചേർത്ത് അത് മെച്ചപ്പെടുത്തി എഴുതാൻ കഴിയുന്നതാണ്. നിങ്ങളാണ് എൻ്റെ കരുത്ത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞാൻ പരിഗണിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിൽ പോലും ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുകയാണ്. ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യൂണിറ്റ് ലക്ഷ്യം വയ്ക്കുന്ന ആശയധാരണ നമ്മൾ നേടേണ്ടതുണ്ട്. അത്തരത്തിൽ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ പാഠഭാഗങ്ങളുടെ ആശയവും ചോദ്യോത്തരങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദ്യമായ സ്നേഹാശംസകൾ. 10ാം തരം കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റാണ് പിറന്ന നാടിൻ പെരുമയിൽ. ഇതിലെ ആദ്യത്തെ പാഠഭാഗമാണ് ദേശവും എഴുത്തും. ദേശം എന്ന ആശയവും ദേശീയത എന്ന വികാരവും സാഹിത്യ ലോകത്തെ ശക്തമായി പ്രലോഭിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യബോധവും ദേശീയ പ്രസ്ഥാനങ്ങളും ശക്തി പ്രാപിച്ച ആ കാലത്ത് ദേശം എന്ന സംജ്ഞ കൊണ്ട് വിവക്ഷിച്ചിരുന്നത് ഭാരതം എന്ന വിശാല ദേശത്തെയായിരുന്നു. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന് ആഹ്വാനം ചെയ്ത മഹാകവി അവിടം കൊണ്ട് നിർത്താതെ കേരളമെന്ന് കേട്ടാൽ ഞരമ്പിൽ ചോര തിളയ്ക്കണമെന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ ഉണർത്തുന്നത് ഈ ഉപദേശീയതാ ബോധത്തെ തന്നെയാണ്. ഇവിടെ പ്രവേശക പ്രവർത്തനമായി NK ദേശത്തിൻ്റെ മറുനാട്ടിൽ നിന്ന് എന്ന കൃതിയിലെ വാക്യമാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേത് നാട്ടിൽ പറിച്ചു നട്ടാലുമൻ പൊട്ടിയ നാരായ വേരിൻ്റെ അറ്റത്ത് പൊട്ടിച്ചിനച്ചു തഴയ്ക്കാൻ കൊതിപ്പു ഞാൻ മങ്ങാതെയുണ്ടൻ മനസ്സിൽ എന്നാളുമീ മണ്ണിൽ കിളിർക്കും കിനാക്കളും പൂക്കളും. ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമല്ലേ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. വിശകലനം ചെയ്യുക. ദേശം എന്നത് ഓരോരുത്തർക്കും കേവലമായ ഒരു അനുഭവമല്ല. മലയാളിയുടെ ദേശമെഴുത്തിന് അച്ചീചരിതങ്ങളോളം പഴക്കമുണ്ട്. പെറ്റുപോറ്റിയ നാടിനെ, അതിൻ്റെ സംസ്കാര ഖനികളെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് വിദൂര വിശാലതകളെ ഉൾക്കൊള്ളാനാവില്ല. സ്വന്തം ദേശത്തിൻ്റെ ഹൃദയതാളം തിരിച്ചറിയുന്ന ഏതൊരു വ്യക്തിക്കും അതിൽ നിന്ന് വേറിട്ട് ജീവിക്കാനാവില്ല. ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. ഈ ദർശനം NK ദേശത്തിൻ്റെ വരികളിലും കാണാൻ കഴിയും. ഏതൊരു മലയാളിയുടെയും ദേശസങ്കല്പമാണ് NK ദേശത്തിൻ്റെ വരികളിലുള്ളത്. നീരാവിയിലെ നീര് എപ്രകാരമാണോ അതുപോലെ ഓരോ എഴുത്തിലും ഒരു നാട് ഒളിച്ചിരിക്കുന്നു. ഏതൊരു വ്യക്തിയും അതാത് നാടിൻ്റെ പാർശ്വോൽപ്പന്നമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെ പാഠഭാഗമായി കൊടുത്തിട്ടുള്ളത് കോവിലൻ്റെ തട്ടകം, നാരായൻ്റെ കൊച്ചരേത്തി, UA ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ, ഷീല ടോമിയുടെ വല്ലി എന്നീ ദേശസംബന്ധമായ കുറിപ്പുകളാണ്. ഇവിടെ തട്ടകം എന്ന കൃതിയിലൂടെ കോവിലൻ വ്യക്തമാക്കുന്നത് മൂപ്പിലശ്ശേരി ദേശത്തിൻ്റെ 600-ൽ പരം വർഷത്തിൻ്റെ ചരിത്ര കഥനമാണ്. അതായത് കോവിലൻ്റെ പൈതൃകം. ഇത് കണ്ടാണശ്ശേരിയുടെ ദേശചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ഇവിടെ ചരിത്രത്തെ മനുഷ്യകഥയാക്കി മാറ്റിയെടുക്കുകയാണ് എഴുത്തുകാരൻ. പുരാവൃത്ത സമൃദ്ധമാണ് കോവിലന്റെ തട്ടകം. ആഖ്യാനപരമായ അനന്യത കൊണ്ടും താളത്തനിമയുള്ള ഭാഷാശൈലി കൊണ്ടും ശ്രദ്ധേയമാണ് കോവിലന്റെ തട്ടകം. നോവലിൽ 6 ഖണ്ഡങ്ങളുണ്ട്. പാവറട്ടി കോളേജിലെ സംസ്കൃത പഠനത്തിനും ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിനുമിടയിൽ ശങ്കിച്ചു നിൽക്കുന്ന നോവലിസ്റ്റിന്റെ ആത്മാംശമുള്ള അപ്പുക്കുട്ടനിലെത്തിയാണ് നോവൽ അവസാനിക്കുന്നത്. നാരായന്റെ കൊച്ചരേത്തി കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ അവിടെയായി ചിതറിക്കിടക്കുന്ന മലയോര ജനതയുടെ ജീവിത കഥയാണ് പ്രതിപാദിക്കുന്നത്. കൊച്ചുരാമനും കുഞ്ഞിപ്പെണ്ണും അവളുടെ മകൾ പാർവതിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു ജനതയുടെ ജീവിത പശ്ചാത്തലം ഇതിൽ വായിച്ചെടുക്കാൻ കഴിയും. UA ഖാദറിന്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ ദേശം വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ വെളിപ്പെടുത്തലാണ്. എത്ര തന്നെ മാറ്റി നിർത്തപ്പെട്ടാലും ദേശം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വത്വബോധത്തെ പ്രകാശനം ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. അത്തരമൊരു നേർക്കാഴ്ച
അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങളിൽ വ്യക്തമാണ്. ഷീല ടോമിയുടെ വല്ലിയിലെത്തുമ്പോൾ വയനാടിൻ്റെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യവും കാർഷിക സംസ്കാരവും ജീവിത വഴികളും കൃത്യമായി അവതരിപ്പിക്കുന്നു. വയനാടിൻ്റെ കാർഷിക സംസ്കൃതിയും ആ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വ്യഥയും ഇവിടെ വ്യക്തമാണ്. ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്ന പുതിയ കാലത്തിൻ്റെ അടയാളപ്പെടുത്തൽ ഇവിടെ തിരിച്ചറിയാനാകും. കഴിയുന്നതും കൃതികൾ വായിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്ത് പൊതുവായ ആശയത്തിലെത്തുന്നത് വളരെ നന്നായിരിക്കും. ദേശവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കടമ്മനിട്ട എന്ന കവിതയും സക്കറിയയുടെ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയയും വായിക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ദേശത്തിൻ്റെ മുദ്രകൾ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കവിതകളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റേത്. കവിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ കാടും മേടും കാട്ടുമൃഗങ്ങളും കിളികളും പാറക്കൂട്ടങ്ങളും പശിമരാശി മണ്ണും തെളിനീർ ചോലകളും ചെറുകുളങ്ങളും ചിറകളും ചേർന്ന വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത കുഗ്രാമം അതാണ് തൻ്റെ ദേശം. മലയരികിൽ വയലരികിൽ അരുവിയുടെ തരിതരിച്ചും കാവരികിൽ കുളമരികിൽ പാലയുടെ പൂമണവും ചൂരൽ പിണഞ്ഞൊരു കാവിൽ നായികയെ ഭഗവതിയും ഭഗവതിക്ക് പേപ്പിണിയും പടയണിയും പറകൊട്ടും മുടിയരുതൻ പഴനാട് മുടിയരുതൻ തറവാട് എന്ന് 1965 എഴുതിയ എന്ന ആദ്യകാല കവിതയിൽ നമുക്ക് വായിക്കാം. ജന്മനാടിനെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മകളുടെ ആവിഷ്കാരമാണ് ഈ കവിത. പ്രകൃതിയോട് വിവരിക്കാനാകാത്ത ഒരടുപ്പം, ഇലയുടെയും മേഘത്തിൻ്റെയും കല്ലിൻ്റെയും ചിലന്തിയുടെയും എറുമ്പിൻ്റെയും മഴത്തുള്ളിയുടെയും മട്ടുമാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവ്, കുന്നും തോടും പറമ്പും കപ്പയും ചക്കയും കപ്പളങ്ങയും നൽകിയ ആരോഗ്യം, ചിരിക്കാനും സന്തോഷിക്കാനും പഠിപ്പിച്ച മനുഷ്യർ, എല്ലാറ്റിനും ഉപരി ആടയാഭരണങ്ങളില്ലാത്തൊരു ഭാഷ. തൻ്റെ ഭാഷയുടെ അടിത്തട്ട് ഇത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ ലാളിത്യം തന്നെയായിരുന്നു എന്ന് സക്കറിയ വെളിപ്പെടുത്തുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, എഴുത്തുകാർ ദേശത്തെ ആവിഷ്കരിച്ചത് പരിചയപ്പെട്ടല്ലോ. അവയുടെ സവിശേഷതകൾ എഴുതുക. ആഖ്യാനപരമായ അനന്യത കൊണ്ടും താളത്തനിമയുള്ള ഭാഷാശൈലി കൊണ്ടും ശ്രദ്ധേയമാണ് ദേശവും എഴുത്തും പാഠഭാഗത്തെ 4 രചനകളും. പറയുന്ന കാര്യം ഒന്നു തന്നെയാണെങ്കിലും പറച്ചിലിൻ്റെ രീതിയിലുള്ള മാറ്റം കൊണ്ടുണ്ടാകുന്ന അനുഭവ വ്യത്യാസം ഇതിലെ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തൻ്റെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് കോവിലിൻ്റെ തട്ടകത്തിൽ കാണുന്നത്. ഇവിടെ വാക്കുകൾ ചിത്രങ്ങളാകുന്നു. നാരായൻ്റെ കൊച്ചരേത്തിയിലും ഇതുതന്നെയാണ് കാണുന്നത്. തീ ഉണ്ടാക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ ജീവിത ചിത്രം തന്നെ രൂപപ്പെടുത്തിയ തൻ്റെ ദേശത്തെ യു.എ. ഖാദർ ഓർത്തെടുക്കുന്നു. എൻ്റെ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ദേശദ്വയം എന്നാണ് പറയുന്നത്. തൻ്റെ ദേശപ്പെരുമ തിരിച്ചറിയുന്ന ഷീല ടോമി അത് നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം പങ്കുവയ്ക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണാനുണ്ടായിരുന്നു. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലെ വാക്യങ്ങളാണ്. തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്, തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്തിൽ പുല്ലാനിക്കുന്ന്. ഇത് കോവിലിൻ്റെ തട്ടകത്തിനുള്ള വാക്യമാണ്. ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക. ഭാഷയുടെ കിലുക്കവും വ്യത്യസ്തമായ താളപ്പൊലിമയും കൊണ്ട് ശ്രദ്ധേയമാണ് തന്നിട്ടുള്ള രചനകൾ. വായനക്കാരുടെ മനസ്സിൽ ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്ന സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ ചെറുവാക്യങ്ങളും നീണ്ട വാക്യങ്ങളും പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതന്മാരുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകളാണെന്ന സാമ്യകൽപ്പന വാക്യത്തിന് ഭംഗി നൽകുന്നു. ചെറുവാക്യത്തിൽ നിന്ന് നീണ്ട വാക്യത്തിലേക്ക് പോകുന്ന തട്ടകത്തിന്റെ രചനാരീതി വർണ്ണനയുടെ വസന്തം തീർക്കുന്നു. തന്നിട്ടുള്ള വാക്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. പറയുന്നതിനെ ഉചിതമായി അവതരിപ്പിക്കുമ്പോഴാണല്ലോ വാക്യത്തിന് ചാരുതയുണ്ടാകുന്നത്. അത്തരം ദൃശ്യാനുഭവം സൃഷ്ടിക്കാൻ 2 എഴുത്തുകാർക്കും കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, കൊച്ചരേത്തി എന്ന നോവൽ ഭാഗത്ത് സ്വന്തം നാടിനെയും ജനതയെയും ആവിഷ്കരിക്കുവാൻ നാരായൺ ഉപയോഗിക്കുന്ന ദേശമുദ്രകൾ എന്തൊക്കെയാണ്? അവയിൽ പ്രതിഫലിക്കുന്ന ജീവിത പശ്ചാത്തലം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഏതൊരു വ്യക്തിയും അവരുടെ നാടിൻ്റെ ഒരു പാർശ്വോൽപ്പന്നമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം ദേശം, അതിൻ്റെ സവിശേഷതകൾ വ്യക്തിയെ സ്വാധീനിക്കും. അത്തരം ദേശമുദ്രകൾ കൊച്ചരേത്തിയിൽ കാണാൻ കഴിയും. കൊച്ചുരാമൻ കഞ്ഞിപ്പെരയിൽ കടക്കുന്നു. തൂക്കിയിട്ടിരിക്കുന്ന മുളംകുറ്റിയിൽ നിന്ന് പനമ്പഞ്ഞയും ഒരു കഷ്ണം ഉരുക്കും. ഉരുളൻ വെള്ളാരം കല്ല് കയ്യിലിട്ട് തിരുമി ചൂടാക്കി ശക്തിയായി ഉരച്ച് തീ കത്തിക്കുന്നതും അത് പഞ്ഞയിൽ പടർന്ന് തീ പെരുക്കുന്നതും ഇവിടെ കാണാം. ഏറുമാടവും കീറി ഉണക്കി ചുരുളായി കെട്ടിയ
ചൂരൽ വള്ളിയുമായി കല്ലൻമുളയേന്തി മുകളിലോട്ട് കയറുന്ന കുഞ്ഞാതിച്ചനും കൊച്ചുരാമനും ഒരു കാലഘട്ടത്തിലെ ജീവിത ചിത്രങ്ങളാണ്. മറ്റൊരു ചോദ്യം. ഭാരതപ്പുഴ എന്നും എന്നെ പ്രലോഭിപ്പിച്ചിരുന്നു. കടലും കായലും തോടുമുള്ള എൻ്റെ ഗ്രാമത്തിനില്ലാത്ത എന്തോ പ്രത്യേകത ആ പുഴയുടെ തീരത്തിനുള്ളതായി തോന്നി. ONV കുറുപ്പിൻ്റെ വാമൊഴികൾ വരമൊഴികൾ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഏതാണ് എൻ്റെ ദേശം? പെറ്റു വളർന്ന ബർമ്മയിലെ ബില്ലിൻ എന്ന ഗ്രാമമോ? ഞാനെന്ന സ്വത്വത്തിന് മേൽവിലാസവും പെരുമയും കനിയും സമ്മാനിച്ച എൻ്റെ വാർദ്ധക്യത്തിന് ശയ്യയൊരുക്കിയ തൃക്കോട്ടൂരംശം പാലൂര് ദേശമോ? UA ഖാദറിൻ്റെ വാക്യങ്ങളാണ്. ദേശം വ്യക്തികളിൽ വ്യത്യസ്ത അനുഭവങ്ങളായി മാറുന്നതെങ്ങനെ? സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ഏതൊരു വ്യക്തിയെയും രൂപപ്പെടുത്തുന്നതിൽ അവരുടെ ദേശത്തിന് വലിയ പങ്കുണ്ട്. പുഴ കവികൾക്ക് കാവ്യഭാവനയ്ക്ക് പ്രചോദനം നൽകുന്നതാണ്. ഭാരതപ്പുഴ തന്നെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നാണ് ONV പറയുന്നത്. ജനനം മുതൽ വാർദ്ധക്യത്തിൽ എത്തുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ ദേശം ചെലുത്തിയ സ്വാധീനം എത്രത്തോളം എന്ന് UA ഖാദർ വ്യക്തമാക്കുന്നു. ദേശത്തിന്റെ മുദ്രകൾ ആഴത്തിൽ ഇവിടെ പതിഞ്ഞു കിടക്കുന്നു. എഴുതപ്പെട്ട ചരിത്രത്തിനപ്പുറം ഓരോ ദേശത്തിനും അതിൻ്റെതായ സൂക്ഷ്മ ചരിത്രമുണ്ട്. ജനമനസ്സുകളിലും ജീവിതത്തിലുമാണ് ആ ചരിത്രം ജീവിക്കുന്നത്. ONVയുടെ സ്വന്തം നാടായ കൊല്ലം ചവറയെക്കുറിച്ച് ഭാഷാഭൂഷണിൽ എഴുതിയ ചത്തവേരുകൾക്ക് ഒരു ചരമക്കുറിപ്പ്, MTയുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം, N ശശിധരന്റെ ജന്മമേകിയ മറുദേശം, കടമ്മനിട്ടയുടെ കടമ്മനിട്ട എന്ന കവിത, സക്കറിയയുടെ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയ, സ്വന്തം നാടിനെ വരച്ചിടുന്ന നമ്പൂതിരിയുടെ വരകൾ, ഇതെല്ലാം ഈ അർത്ഥത്തിൽ വായിക്കപ്പെടേണ്ട കൃതികളാണ്. മറ്റൊരു ചോദ്യം. കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി, തമ്മിൽ അറിയാണ്ടായി. ഇത് വല്ലിയിലുള്ള വരികളാണ്. ദേശത്തിന് വന്ന മാറ്റം സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ ദേശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായ വിവരശേഖരണം നടത്തി നിഗമനങ്ങൾ അവതരിപ്പിക്കുക. ഏതൊരു വ്യക്തിയും രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിന് വലിയ പങ്കുണ്ട്. അത്തരം രചനകളാണ് ദേശവും എഴുത്തും എന്ന പാഠഭാഗം. ദേശത്തിന് വന്ന മാറ്റത്തെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഷീല ടോമി വല്ലിയിൽ അവതരിപ്പിക്കുന്നത്. രചനകൾ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതയും ആഖ്യാന രീതിയും മനസ്സിലാക്കി നിങ്ങൾക്കും നിങ്ങളുടെ നാടിന് വന്ന മാറ്റം അവതരിപ്പിക്കാം. മുതിർന്നവരോട് ചോദിച്ചും തിരിച്ചറിഞ്ഞും ചെയ്യേണ്ട വ്യക്തിഗതമായ പ്രവർത്തനമാണ് ഇത്.